ദൈവത്തിൻ്റെ ഏറ്റവും പ്രിയമുള്ളവരെ, അവിടുത്തെ സമാധാനം ഞാൻ ആശംസിക്കുന്നു. ഇന്ന് കർത്താവ് നമുക്ക് നൽകുന്ന ദൂത് എഫേസോസ് 3:19. അറിവിനെ അതിശയിക്കുന്ന ക്രിസ്തുവിന്റെ സ്നേഹം നിങ്ങൾ ഗ്രഹിക്കാനും അതുവഴി ദൈവത്തിന്റെ സമ്പൂർണതയിൽ നിങ്ങൾ പൂരിതരാകാനും ഇടയാകട്ടെ. നമ്മുടെ അറിവ് എത്രത്തോളമുണ്ട്? എല്ലാം അറിയുന്നവർ എത്ര പേരുണ്ട്? ആരുമില്ല. എന്നാൽ നമ്മുടെ അറിവിനെയും അതിശയിക്കുന്ന ഈശോയുടെ ഒരു സ്നേഹമുണ്ട്. ആ സ്നേഹം ഗ്രഹിക്കാൻ ഈ 40-ാം വെള്ളി ഇന്ന് ഇടയാകട്ടെ. ഈ 50 നോമ്പ് ഇടയാകട്ടെ. എൻ്റെ ഈശോയ്ക്ക് എന്നോടുള്ള സ്നേഹം ഇത്രത്തോളമോ? എൻ്റെ അറിവിനെയും അതിശയിപ്പിക്കുന്ന ആ സ്നേഹം ഗ്രഹിക്കാൻ നമുക്ക് ഇടയാകട്ടെ. എൻ്റെ ഈശോയെ അറിയുമ്പോഴാ, അവിടുത്തെ ജീവിതം അറിയുമ്പോഴാ, അവിടുത്തെ തിരുവചനം അറിയുമ്പോഴാ, അവിടുത്തെ ത്യാഗങ്ങൾ അറിയുമ്പോഴാ, അവിടുത്തെ പീഡാസഹനങ്ങൾ അറിയുമ്പോഴാണ് എൻ്റെ അറിവിനെയും അതിശയിക്കുന്ന എൻ്റെ കർത്താവിൻ്റെ സ്നേഹം എത്രത്തോളമുണ്ടെന്ന് എനിക്ക് ഗ്രഹിക്കാൻ സാധിക്കുന്നത്. അതിന് ഈ 50 നോമ്പ്, ഇന്ന് ഈ 40-ാം വെള്ളി സാധിക്കുമെങ്കിൽ അതൊരു വലിയ കാര്യമല്ലേ? ഈശോയോട് ചേർന്ന് നിൽക്കാം, ആ സ്നേഹം ഗ്രഹിക്കാൻ ആഗ്രഹിക്കാം. അപ്പോഴാണ് ദൈവത്തിൻ്റെ സമ്പൂർണതയിൽ നമുക്ക് പൂരിതരാകാൻ സാധിക്കുന്നത്. പ്രാർത്ഥിക്കാം. ഒത്തിരി നന്ദിയോടെ തമ്പുരാനോട് ചേർന്ന് നിൽക്കാം. ഒരുപാട് അനുഗ്രഹങ്ങളുടേതാകട്ടെ ഈ 50 നോമ്പ്. കരുണാമയനായ ദൈവം നമ്മെ എല്ലാവരെയും സമൃദ്ധിയായി അനുഗ്രഹിക്കും.